Good morning all. Last day we have permutations, permutation groups and symmetric groups. Every group is isomorphic to a permutation group. That's the importance of permutations. Our theorem is Cayley's theorem. Before that we have a problem connecting two symmetric groups. This is the problem. Let A be a non-empty set and B element of A. Prove that the set sigma element of SA such that sigma of B equal to B is a subgroup of SA under the induced operation. അപ്പോൾ നമ്മളിവിടെ സബ് ഗ്രൂപ്പ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കേണ്ടത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കാണിക്കാൻ വേണ്ടി എച്ച് ഇസ് സബ്സെറ്റ് ഓഫ് ജി ആൻഡ് എച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ. The identity element belongs to H and inverse Hലുള്ള എല്ലാ എലമെന്റിന്റെ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ബിലോങ്സ് ടു H. അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം നമ്മുടെ ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട സെറ്റ് സിഗ്മ എലമെന്റ് ഓഫ് SA സച്ച് ദാറ്റ് സിഗ്മ ബി ഈക്വൽ ടു ബി. നമ്മൾ ആ സെറ്റിന് വി ഹാഡ് ലെറ്റ്സ് ഗിവൺ the name SB. Let SB equal to sigma such that sigma element of SA such that sigma of B equal to B. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെന്റ്സ് എസ് എ എന്ന് പറയുന്ന എലമെന്റ്സ് എന്താണ്? നമുക്കൊരു എ നോൺ എംപ്റ്റി സെറ്റ് ഉണ്ടെങ്കിൽ എസ് എ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എ ആണ്. അപ്പം അതിലുള്ള കുറച്ച് എലമെന്റ്സ് ഇതിൽ വരുന്നുള്ളൂ. സോ ക്ലിയർലി എസ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എ. ഇപ്പോൾ സെറ്റ് ഓഫ് 1 2 3യിൽ നമുക്ക് 6 എലമെന്റ്, അതിൻ്റെ എ ഈക്വൽ ടു 1 2 3 ആണെങ്കിൽ S3 എടുത്തു കഴിയുമ്പോൾ നമുക്ക് 6 എലമെന്റ്സ് ഉണ്ട്, 3 ഫാക്ടോറിയൽ എലമെന്റ്സ്. അപ്പോൾ അതിലൊരു കുറച്ച് എലമെന്റ് ഇപ്പം 1 2 3യിൽ 1 മാത്രം എടുത്തു കഴിഞ്ഞാൽ 1 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. നൗ ഫോർ എനി സിഗ്മ എലമെന്റ് ഓഫ് എസ് ബി നമ്മളിപ്പോൾ ആദ്യം കാണിക്കാൻ പോണത് അത് ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കാൻ പോണത്. ഫോർ ദാറ്റ് നമ്മൾ 2 എലമെന്റ് എസ് ബിയിലുള്ള എലമെന്റ്സ് എടുത്തു. ഫോർ എനി എലമെന്റ് സിഗ്മ എലമെന്റ് ഓഫ് എസ് ബി ആൻഡ് ടോ എലമെന്റ് ഓഫ് എസ് ബി നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് സിഗ്മ ഓഫ് ബി ഈക്വൽ ടു ബി ആൻഡ് ടോ ഓഫ് ബി ഈക്വൽ ടു ബി. നമ്മുടെ ഡെഫിനേഷൻ അങ്ങനെയാണ്. സിഗ്മ എലമെന്റ് ഓഫ് എസ് എ സച്ച് ദാറ്റ് സിഗ്മ ഓഫ് ബി എലമെന്റ് ഈക്വൽ ടു ബി. അപ്പോൾ സിഗ്മ ഉണ്ടെങ്കിൽ സിഗ്മ ഓഫ് ബി ഈക്വൽ ടു ബി ആയിരിക്കും. ടോ ഉണ്ടെങ്കിൽ ടോ ഓഫ് ബി ഈക്വൽ ടു ബി. ദെൻ സിഗ്മ എലമെന്റ് ഓഫ് എസ് എ ആൻഡ് ടോ എലമെന്റ് ഓഫ് എസ് എ, അതും അതിൻ്റെ ഒരു കണ്ടീഷനാണ്, നമ്മുടെ എസ് ബിയുടെ ഒരു കണ്ടീഷനാണ്. ദെൻ സിഗ്മ എലമെന്റ് ഓഫ് എസ് എ ആൻഡ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ സിഗ്മ എലമെന്റ് ഓഫ് എസ് എ ആൻഡ് ടോ എലമെന്റ് ഓഫ് എസ് എ ദെൻ വിച്ച് ഇംപ്ലൈസ് സിഗ്മ ടോ എലമെന്റ് ഓഫ് എസ് എ. ഇനി നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ സിഗ്മ ടോ എലമെന്റ് ഓഫ് എസ് ബി എന്ന് കാണിക്കാൻ വേണ്ടി സിഗ്മ ടോ എലമെന്റ് ഓഫ് എസ് എ എന്ന് കാണിക്കണം, സിഗ്മ ടോ ഓഫ് ബി ഇസ് ഈക്വൽ ടു ബി. ഈ 2 കണ്ടീഷനും കാണിക്കണം. നൗ കൺസിഡർ സിഗ്മ ടോ ഓഫ് ബി which is equal to sigma of tau of b which is equal to നമുക്ക് എടുത്തു tau of b equal to b ആണ്, which is equal to sigma of b equal to b. Therefore sigma tau element of SB and so SB is closed under the induced operation. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കുക. അതിന് tau be the identity permutation in SA. Then since tau of b equal to B, tau element of SB, നമ്മുടെ ഡെഫിനേഷൻ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനേഷൻ അതാണ്. ടോ ഓഫ് ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് ഷുഡ് ബി സെയിം ആസ്. ഇപ്പോൾ ടോ ഓഫ് 1 എടുക്കണമെങ്കിൽ 1 കിട്ടണം, ടോ ഓഫ് 2 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. സോ ടോ എലമെന്റ് ഓഫ് എസ് ബി. ഇനി നമ്മൾ ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ടേക്ക് എനി സിഗ്മ എലമെന്റ് ഓഫ് എസ് ബി. സിഗ്മ എലമെന്റ് ഓഫ് എസ് ബി മീൻസ് സിഗ്മ ഈസ് ആൻ എലമെന്റ് ഓഫ് എസ് എ and sigma of b equal to b. Since SA is a group, sigma element of SA implies sigma inverse element of SA and sigma of b equal to b implies നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നെങ്കിൽ AX equal to sigma of b equal to b implies sigma inverse of b is equal to നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലെ പോയിന്റ് sigma inverse of b is equal to b. Therefore sigma inverse element of SB. Hence SB is a subset of SA such that SB is closed under the binary operation of SA and SB contains the identity element and for every sigma element of SB the inverse
sigma inverse element of SB. Hence, SB is a subgroup of SA. Now, next a definition. നമ്മൾ ഗ്രൂപ്പ് സെറ്റിലൊക്കെ പഠിച്ചിരിക്കുന്ന ഇമേജ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു എച്ച് ബി എ ഫംഗ്ഷൻ ആൻഡ് ലെറ്റ് എച്ച് ബി എ സബ്സെറ്റ് ഓഫ് എ. ഇനി അതിൻ്റെ ഇമേജ്, ദ ഇമേജ് ഓഫ് എച്ച് അണ്ടർ എഫ് ഈസ് എഫ് ഓഫ് എച്ച് സച്ച് ദാറ്റ് എച്ച് എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എച്ച്. എഫ് ക്ലോസ്ഡ് എച്ച്. ഇനി then we have a lemma. Let G and G dash be groups and phi from G to G dash be a one-to-one function such that phi of xy equal to phi of x into phi of y. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം G ഒരു one-one ഫംഗ്ഷൻ ആണ്. phi of xy equal to phi of x phi of y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it satisfies the homomorphism property. Then phi of G is a subgroup of G dash and phi provides an isomorphism of G with phi of G. ഇനി പ്രൂഫാണ്. ഫോർ ദാറ്റ് നമ്മൾ ആദ്യത്തെ ആ സെൻറ്റൻസ് അതേപടി എഴുതുകയാണ്. ലെറ്റ് ജി ആൻഡ് ജി ഡാഷ് ബി ഗ്രൂപ്പ്സ് ആൻഡ് ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബി എ വൺ ടു വൺ ഫംഗ്ഷൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ. ഇനി നമ്മൾ ഫൈ ഓഫ് ജി ഡിഫൈൻ ചെയ്യണം. ഫൈ ഓഫ് ജി ഇസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് എന്നാണ്. അപ്പോൾ ഫൈ ഓഫ് ജി ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ജി. നമ്മൾ കഴിഞ്ഞതിൽ ഇമേജ് പഠിച്ച പോലെ തന്നെ image of a subset of H, phi of G equal to phi of X such that X element of G which is a subset of G dash. നമ്മളിത് കാണിക്കേണ്ടത് സബ് ഗ്രൂപ്പ് ഓഫ് G dash എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതനുസരിച്ച് സബ്സെറ്റ് എന്നുള്ള കിട്ടി. ഇനി നമ്മൾ അതിന് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്നും ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ഇൻവേഴ്സ് ഉണ്ടെന്നും ഒക്കെ കാണിക്കുക ആണ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ സബ്സെറ്റ് ആണെന്ന് കാണിച്ചു. നൗ വി ഹാവ് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടേക്ക് ടു എലമെൻറ്റ്സ് ഫ്രം phi of G. So take x dash and y dash from phi of G which implies x dash equal to phi of x and y dash equal to phi of y for some x comma y element of G. Therefore x dash y dash is equal to phi of x phi of y which is equal to phi of xy which an element of phi of G. Since G is a group and xy element of G, hence phi of G is closed under the operation of G dash. അപ്പോൾ നമ്മൾ രണ്ട് എലമെൻ്റ് എടുത്തു, അതിൻ്റെ എക്സ് ഡാഷ് വൈ ഡാഷ് എടുത്തു കഴിഞ്ഞപ്പോൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ ആണ്. നമ്മുടെ ഡെഫിനേഷൻ തന്നിരിക്കുന്ന ഡെഫിനേഷൻ വെച്ചിട്ട് അതിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഫൈ ഓഫ് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജി. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഇനി നമ്മൾ അതിൽ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം. ഇപ്പോൾ ജിയുടെ ഐഡൻറ്റിറ്റി ഇ ആണെങ്കിൽ ഫൈ ഓഫ് ഇ ആണ് ഐഡൻറ്റിറ്റി എന്നാണ് കാണിക്കാൻ പോകുന്നത്. ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ആൻഡ് ഇ ഡാഷ് ബി ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. സിൻസ് ഫൈ ഓഫ് ഇ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജി കണ്ടെയ്ൻഡ് ഇൻ ജി ഡാഷ്, നമ്മൾ ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. കാരണം എന്താണ്, ഇ ഡാഷ് ഫൈ ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. സോ ഇ ഡാഷ് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ which we can return as phi of e into e which is equal to നമ്മുടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അനുസരിച്ച് phi of e. അപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷനും ഇവിടെ ഇ ഡാഷ് ഫൈ ഓഫ് ഇയും ഫൈ ഓഫ് ഇ ഇങ്ങനെ കമ്പൈൻ, അതിൻ്റെ ഫസ്റ്റും ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ മാത്രം എഴുതി. ദാറ്റ് ഈസ് ഇ ഡാഷ് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇംപ്ലൈസ്. പിന്നെ റൈറ്റ് ക്യാൻസലേഷൻ ലോ കൊടുത്തു, phi of e cancel ചെയ്തു, which implies e dash equal to phi of e element of phi of g. phi of e എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ which is a phi of element of phi of g. That is the identity element exists which is equal to phi of e. ഇനി നമ്മൾ ഇൻവേഴ്സ് ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. For any x dash element of phi of g, x dash equal to phi of x for some x element of g. Now e dash equal to phi of e in a of e which is equal to phi of x inverse which is equal to നമ്മൾ ഇക്ക് പകരം x inverse എന്ന് കൊടുത്തു which is equal to phi of x into phi of x inverse. നമ്മുടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ phi of x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ഡാഷ് ആണ്, x ഡാഷ് into phi of x inverse. അപ്പോൾ e ഡാഷ് ഈക്വൽ ടു x ഡാഷ് phi of x inverse എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x ഡാഷിൻ്റെ ഇൻവേഴ്സ് ആണ്
phi of x inverse, which element of phi of g. Thus, phi of g is a subset of g dash such that phi of g is closed under the binary operation of g dash, and phi of g contains the identity element, and for every x dash element of phi of g, its inverse x dash inverse element of phi of g. Hence, phi of g is a subgroup of g dash. So, ഇനി നമ്മൾ കാണിക്കേണ്ടത് ഇത് ഐസോമോർഫിസ് ആണ് പറയണം. Since phi from g to g dash is a one-to-one function such that phi of xy equal to phi of x into phi of y for all xy element of g, phi from g to phi of g is a one-to-one onto and satisfies homomorphism property. Hence, phi provides an isomorphism of g with phi of g. Now, the important theorem, Cayley's theorem. Every group is isomorphic to a group of permutations. Let G be a group. നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. Let G be a group. We have to prove that G is isomorphic to a subgroup of SG. Permutation. Now we have for any x element of G, നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് ഡിഫൈൻ ആണ്. ഇതിൽ ഐസോമോർഫിക് നമ്മൾ എപ്പോൾ കാണിക്കാനും നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ലാംഡ എക്സ് എലമെന്റ് ഓഫ് ജി ടു ജി ഡിഫൈൻഡ് ബൈ ലാംഡ എക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ജി. അപ്പോൾ ഇവിടുത്തെ ലാംഡ എക്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇറ്റ്സ് എ ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്. ഇപ്പോൾ ലാംഡ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എക്സ് എയുടെ ഇപ്പുറത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഫോർ എനി എ കോമ ബി എലമെന്റ് ഓഫ് നമ്മൾ ഇനിയിപ്പോൾ ഡിഫൈൻ ചെയ്തത് ഒരു ഐസോമോർഫിസം പോലെയാണ് കാണിക്കണം. ഫോർ എനി എ കോമ ബി എലമെന്റ് ഓഫ് ജി, ലാംഡ എക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ഇംപ്ലൈസ് എക്സ് എ ഈക്വൽ ടു എക്സ് ബി, വിച്ച് ഇംപ്ലൈസ് ഇനി അവിടെ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ ചെയ്യാം. സോ എ ഇസ് ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് ലാംഡ എക്സ് ഈസ് 1:1. ഇനി നമ്മൾ അതിനൊരു പ്രീ ഇമേജ് നമ്മളൊരു എലമെന്റ് ജിന്നെടുത്ത് എസ് ജിന്നെടുത്തു. ചൂസ് എനി എ എലമെന്റ് ഓഫ് ജി. സിൻസ് ജി ഈസ് എ സബ് ഗ്രൂപ്പ്, സിൻസ് ജി ഈസ് എ ഗ്രൂപ്പ്, എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ജി, ഹെൻസ് എക്സ് ഇൻവേഴ്സ് എ എലമെന്റ് ഓഫ് ജി. സോ ലാംഡ എക്സ് ഓഫ് എക്സ് ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു നമ്മുടെ ഡെഫിനേഷൻ ലാംഡ എക്സിന്റെ എക്സ് ഇൻവേഴ്സ് എ ബൈ ഡെഫിനേഷൻ ഓഫ് ലാംഡ എക്സ്. നമ്മൾ ഇനി ഇതിന്റെ അസോസിയേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് എ ബൈ ഗ്രൂപ്പ് ആക്സിയം G1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എ ബൈ ഗ്രൂപ്പ് ആക്സിയം G2 G3 and EA is equal to A, the group axiom G2. Hence, thus every element in G has a pre-image in G under the map lambda x, and hence lambda x is onto. Now, therefore, lambda x from G to G is 1:1 and onto, and hence permutation of G is a permutation of G, that is lambda x element of SG. Define phi from G to SG by phi of x equal to lambda x for all x element of G. Then for any x comma y element of G, phi of x equal to phi of y implies lambda x equal to lambda y implies lambda x of A is equal to lambda y of A for all A element of G, which implies lambda x of E is equal to lambda y of E. അപ്പോൾ നമ്മൾ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ജിക്കാണ് ദ എക്സ്പ്രഷൻ. നമ്മൾ ആ പർട്ടിക്കുലർ ആയിട്ട് ഇക്ക് എടുത്തു. സോ ലാംഡ എക്സ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു ലാംഡ വൈ ഓഫ് ഇ, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇ ഈക്വൽ ടു വൈ ഇ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഹെൻസ് ഫൈ ഈസ് 1:1. നൗ ചൂസ് എനി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ജി. ഫോർ എനി എ എലമെന്റ് ഓഫ് ജി വി ഹാവ് phi of xy of a is equal to, നമ്മളിനി അത് ഫൈയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഫൈയിൽ നമ്മൾ ഫൈ ഒരു സ്ട്രക്ചർ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഉണ്ടെന്ന് കാണിക്കുക. phi of xy of a is equal to lambda xy of a, which is equal to xy of a by definition of phi m lambda, which is equal to x into ya is equal to
by group x in G1, which is equal to lambda x of Ya, which is equal to lambda x into lambda y of A, which is equal to phi of xa into phi of A, phi of Ya for all xy element of G. Hence, phi from G to Sg is a one-to-one function such that it satisfies the homomorphism property. Hence, by the previous lemma, that lemma is let G and G dash be groups and phi from G to G dash be a one-to-one function such that phi of xy is equal to phi of x into phi of y for all x comma y element of G. Then phi of G is a subgroup of G dash and phi provides an isomorphism of G with phi of G. അതാണ് നമ്മുടെ നേരത്തെ ലെമ്മ. Phi of G is a subgroup of Sg and phi provides an isomorphism of G with phi of G. Therefore, G is isomorphic to a subgroup of Sg. Next, ഒരു definition ആണ് നമ്മൾ Cayley's theorem define ചെയ്ത function define ചെയ്യുവാണ്. Let G be a group. The map phi from G to S G be defined by phi of x equal to lambda x for all x element of G, where lambda x equal to G to G defined by lambda x of A is equal to xa, left multiplication. For all A element of G is called the left representation of G. Similarly, നമുക്ക് right representation ഓടെ കാണിക്കാം. The map psi from G to G defined by psi of A is equal to rho x inverse for all x element of G, where rho x from G to G defined by rho x of A is equal to Ax for all A element of G is called the right representation of G. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടിയുണ്ട്. Next problem is compute the left representations of clean 4 group. We know that clean 4 group contains 4 elements. V is equal to set E, A, B, C and have the property A square equal to B square equal to C square equal to E identity, and it's an abelian group. AB equal to C, BC equal to A and AC equal to B. So this is the group table. EABC നമ്മൾ താഴോട്ട് എഴുതുവാണെങ്കിൽ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ, ഇ എ, ഇ ബി ബി, ഇ സി സി, എ ഇ എ സ്ക്വയർ ഇ, എ ബി സി, എ സി ബി, ബി ഇ ബി, ബി എ the other element C, B square E, B C the other element A, E C E C, C A B, C B A and C square is equal to E. Now we have to define the group representation, left representation of this. So we can define let x element of V lambda x, we can define from V to V defined by lambda x of A is equal to xa for all A element of V. So lambda E is equal to നമ്മൾ ഈ ഫസ്റ്റ് നമ്മളിത് പെർമ്യൂട്ടേഷൻ പോലെ എഴുതണം. സോ ലാംഡ ഇ ഇസ് ഈക്വൽ ടു ഇ എ ബി സി which is equal to xa. Lambda of xa is equal to xa. അപ്പോൾ lambda of e is equal to ea. അപ്പോൾ ഇതാണ് lambda x of a is equal to xa. So lambda e is equal to നമ്മളിപ്പോൾ ഓരോ എലമെന്റും കാണുന്ന പോലെ ഫുൾ ആ ഒരു ഇക്ക് വെച്ചിട്ടുള്ളത് കാണുവാണ്, എല്ലാ എക്കും ഉള്ളത്. ഇ വരുമ്പോൾ ഇ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഇ എ ഈസ് ഈക്വൽ ടു എ, ഇ ബി നമ്മൾ ലെഫ്റ്റിൽ ഇ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇ ബി ഇസ് ഈക്വൽ ടു ബി, ഇ സി ഈക്വൽ ടു സി. ഇനി ലാംഡ ബി ഇസ് ഈക്വൽ ടു ലാംഡ എ ഇസ് ഈക്വൽ ടു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എ ഇ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ, എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇ, എ ബി സി, എ സി ബി. ഇനി വി ഹാവ് ടു ഫൈൻഡ് ലാംഡ ബി. ലാംഡ ബി ഇസ് ഈക്വൽ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BA equal to C, B square is equal to E, BC equal to A. Now C വെച്ച് multiply ചെയ്യുമ്പോൾ CA is equal to B, CB is equal to A, C square is equal to E. Therefore, hence left representation phi from V to SV defined by phi of E is equal to lambda of E, lambda E which is equal to phi of A which is equal to lambda A, phi of B equal to lambda B and phi of C equal to lambda of C.
Now we can write the group table for this representation. Lambda E is equal to lambda E, lambda A, lambda B, lambda C, lambda A, lambda E, lambda A into lambda B is lambda C, this is lambda B, and lambda B, lambda C, lambda E, lambda B into lambda C is lambda A, lambda C into lambda A is lambda B, lambda C into lambda B is lambda A, lambda C into lambda C equal to lambda E.